എലിയെ തുരത്താനുള്ള നല്ല കാണിക്കുന്നത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും എളുപ്പത്തിൽ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കിടിലൻ ടിപ്പാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു സ്വല്പം സോപ്പ് പൊടിയാണ് വേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ സോപ്പ് പൊടി എടുക്കുന്നുണ്ട്. അത്രയും മാത്രം മതിയാവും കേട്ടോ. നമുക്ക് എത്രമാത്രം ഉണ്ടാക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ അളവ് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ സോപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടും കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ സോപ്പ് പൊടിയും ഇത് മാത്രം മതി. ഇനി നമുക്ക് അതിൻ്റെ സാധനം റെഡിയാക്കാനായിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അത് നമുക്കൊരു ചപ്പാത്തി രൂപത്തിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. കാരണം സ്വല്പം മാത്രമല്ലേ നമ്മൾ കുഴക്കുന്നുള്ളൂ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബോളാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് എലിശല്യം ഉണ്ടെങ്കിൽ നമുക്ക് പല സ്ഥലത്തും വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് കൂട്ടിയൊക്കെ ചെയ്യാം കേട്ടോ. മാവിൻ്റെ അളവും അതേപോലെ തന്നെ സോപ്പൊടിയുടെ അളവൊക്കെ കൂട്ടാം, സോഡാപ്പൊടിയുടെ അളവും കൂട്ടാം. അപ്പം നമുക്ക് എത്രമാത്രം ശല്യം ഉണ്ടോ അതനുസരിച്ച് വെക്കും. ഇപ്പം ഞങ്ങൾക്ക് വലിയ ശല്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്ത് കാണിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ നമ്മുടെ ചെറിയ ബോളാക്കി എടുക്കാം. അപ്പം പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് രാത്രി ഇതുപോലെ വെക്കണമെങ്കിൽ ആ സമയത്തിന് നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ നമ്മുടെ 4 ബോളാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം കൈ വെച്ചിട്ട് തന്നെ അതേപോലെ ഉണ്ടോ കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചിട്ട് എലി പോകുമ്പോൾ തന്നെ അതിനൊരു വെപ്രാളവും പരവേശവും എടുത്ത് ഓടും. കാരണം എവിടെ ആണെങ്കിലും വന്ന് കഴിക്കുകയും ചെയ്യും. കാരണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പരിസരത്തൊന്നും നിൽക്കത്തില്ല, അത് ഓടും, വെപ്രാളം പിടിച്ചോടും. പിന്നെ നമുക്ക് ഈ പരിസരത്തൊന്നും എലിയെ കാണത്തില്ല. പക്ഷേ എലിയെ കൊല്ലാനുള്ള ടിപ്പല്ല ഇത്, എലിയെ ഓട്ടിക്കാനുള്ള ടിപ്പാണ്. ഇതിപ്പോൾ 4 ഞാൻ ഇതേപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇലയുടെയൊക്കെ ഉണ്ടാക്കുന്ന അതേ രൂപത്തിൽ തന്നെ അകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ബോളാക്കി എടുക്കാം. ഓരോ ഉണ്ട വെച്ച് കൊടുത്താൽ മതി. ഒരു ബോൾ കഴിക്കുമ്പോൾ തന്നെ അത് ഓടും, ഇവിടുന്ന് പരവേശം വെച്ച് ഓടും കേട്ടോ. അപ്പം അതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെയൊക്കെയാണോ അവിടെയൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ പെരിച്ചാഴി തോണ്ടിയെടുക്കുന്ന വലിയ എലിയാണെങ്കിലും പെരിച്ചാഴിയാണെങ്കിലും എല്ലാത്തിനും ഈ ഒരു സാധനം മതി. അതുപോലെ കുറച്ച് ബ്രെഡിൻ്റെ പൊടി ഞാൻ തോണ്ട മുകളിൽ കോട്ടിങ്ങിന് വേണ്ടി വെച്ച് കൊടുക്കുന്നത്. കോട്ടിങ് എന്ന് പറയുമ്പോഴത്തേന് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലല്ല, നമ്മൾ ചെറുതായിട്ടൊന്ന് ബ്രെഡ് പൊടിച്ചിട്ട് വെള്ളം ഒന്ന് പൊതിഞ്ഞ് കൊടുത്താൽ മതി. കാരണം ആ ഒരു മണം അടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം വേസ്റ്റ് ആക്കാൻ പാടില്ല. ഉണ്ടാക്കുന്നത് അതേപോലെ അങ്ങ് കഴിക്കണം. അപ്പോൾ അതിനായിട്ടൊരു മണം, നല്ലൊരു മണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രെഡിൻ്റെ പൊടിയോ അതല്ലെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ പൊടിയോ എന്തെങ്കിലും തേങ്ങയുടെ പൊടിയോ എന്തെങ്കിലും ഇതേപോലെ മുകളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിലും അത് വന്ന് കഴിച്ചോളും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും. പിന്നെ പരിസരത്തോട്ട് എലിയുടെ പൊടി പോലും കാണത്തില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തും എവിടെയൊക്കെയാണെങ്കിലും വെച്ച് കൊടുക്കാം. ഗോതമ്പ് പൊടിയുടെ മണം മതി. പക്ഷേ ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്കൊരു സ്വല്പം ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ബിസ്ക്കറ്റോ ശർക്കരയോ എന്താണെന്ന് വെച്ചാൽ തേങ്ങയൊക്കെയാണ്. അപ്പം മണത്തിട്ട് അത് കഴിക്കും. അതാണ് ഇതിനകത്തോട്ട് ഓരോ ബോളിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെയാണ് എലി വരുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് കുറവുണ്ട് കേട്ടോ എലി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത് എലി ചത്തത് ഞാൻ ഇതിനകത്ത് എലി ചത്തതാണ് കിടക്കുന്നത് കണ്ടോ. ഇതിപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തത് ചത്തതാണ്.